സോ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് വീക്സ് അടിപൊളിയായിരുന്നു അല്ലേ? ലാസ്റ്റ് വീക്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താണ് സംഭവിച്ചത്, അവിടെ എന്താണ് ഓപ്പർച്യൂണിറ്റി, എന്തൊക്കെ നടന്നു അല്ലേ, എവിടെയായിരുന്നു ട്രേഡ് ഉണ്ടായിരുന്നത്, ട്രേഡ് കുറേ എടുക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു, അതെന്താണ്? സോ എല്ലാത്തിനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് അപ്ഡേറ്റ്സിലേക്ക് പോകാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഉള്ള കാര്യം പറയാം. 25th ആണ് നോക്കും മൺഡേ. ഓക്കെ, മൺഡേ നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഓക്കെ ഫൈൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ ആയിരുന്നു. നമ്മൾ ICICIയിൽ ഓൾറെഡി നമ്മൾ എടുത്ത ട്രേഡിൽ 5% വന്നിട്ടോ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതായിരുന്നു നമ്മൾ ICICIയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. 21-നാണ് നമ്മൾ ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ? 21 ജസ്റ്റ് 23, 24, 25 ജസ്റ്റ് 3 ഡേയ്സിൽ റിട്ടേൺ ആണ് ഞാൻ ഈ പറയുന്നത്. 5% മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട് ICICI. ഓക്കെ, അത് നമ്മൾ രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്തു, കാരണം പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ചിലവർക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ബുക്ക് ചെയ്യേണ്ടവർക്ക് പെർസെൻറ്റേജിൽ ബുക്ക് ചെയ്യാം. ഞാൻ മെയിൻലി ആ ടാർഗറ്റിലാണ് എക്സിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. സോ നിഫ്റ്റിയിൽ നമ്മൾ അതിന് ശേഷം പ്രോപ്പർലി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്നായിരുന്നു? 25th നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന പ്ലാനാണ്. നിഫ്റ്റി പിന്നെ അവിടെ തെയ്യം കളിക്കായിരുന്നു കുറച്ച് നേരം. അതിനുശേഷം നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമ്മളിട്ടു. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇമോഷണലി, ഞാൻ പറഞ്ഞു, ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർലി ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അത് പ്രോപ്പർലി ഞാനിവിടെ പറയുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണോ ആ മെത്തേഡിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, എവിടെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കണ്ടീഷൻ, എന്തുകൊണ്ടാണ് കണ്ടീഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഗെയിൻ നിഫ്റ്റി സ്റ്റിൽ പുഷിംഗ് ആണ് അവിടെ നിന്ന് മാർക്കറ്റ്. ഓക്കെ ഫൈൻ 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 ഫൈൻ. ഓക്കെ, റേഞ്ച് ആയിരുന്നു മാർക്കറ്റ്. സോ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലെവലിന് താഴെ, ഈ റേഞ്ചിന് ശേഷം ഈ ലെവലിന് താഴെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് ബിലോ ഡിമാൻഡ് സോൺ. ഈ ഒരു ലെവലിന് താഴെ പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം. കണ്ടോ, ഈ രണ്ട് ലെവൽ കേട്ടോ, 52.79 24.551. ഓക്കെ, സോ പ്രോപ്പർലി മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ പ്രോപ്പർ ബ്രേക്ക്. അപ്പോൾ ഇത് പ്രോപ്പർലി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെന്റ് തന്നെ. നിങ്ങൾ നോക്കിക്കേ, ബ്രേക്ക് ചെയ്തു, കറക്റ്റീവായിട്ട് വന്നു, പ്രോപ്പർ സപ്ലൈ, ആ ഒരു ബിൽഡപ്പിലേക്ക് തന്നെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ രാവിലത്തെ പ്ലാൻ ആട്ടോ, അത് നോക്കി, രാവിലത്തെ പ്ലാനാണ് ഈ കാണുന്നത്. ആ പ്ലാനിലേക്ക് മാർക്കറ്റ് വന്നു. സോ എൻഡ് അല്ലേ, ആ ഒരു ദിവസം പരിപാടി കഴിഞ്ഞു. 25th നമ്മൾ നല്ലൊരു രീതിയിൽ വെയിറ്റ് ചെയ്തു. രാവിലെ കണ്ടോ, നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തു, കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, റിസ്ക് റിവാർഡിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പേഷ്യൻസ് മാക്സിമം നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. സോ എഗെയിൻ മാർക്കറ്റ് താഴേക്ക് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ലെവലിലേക്ക് വന്നു. ജസ്റ്റ് അടുത്ത ദിവസം 26th നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ICICIയുടെ 5% എന്നുള്ളത് എഗെയിൻ 1% അല്ലെ 6%ലേക്ക് വന്നു. നമ്മളത് അപ്ഡേറ്റ് ചെയ്തു. ടാറ്റാ സ്റ്റീൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ടാറ്റാ സ്റ്റീൽ ഓൾറെഡി 6% മൂവ്മെന്റ് നമ്മൾ എടുത്ത എൻട്രിയിൽ നിന്ന് 6% മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ എന്നാ ടാറ്റാ സ്റ്റീൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 22-ലാണ് നമുക്ക് ടാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 26th നമുക്ക് 6% ടാറ്റാ സ്റ്റീലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. റിലയൻസ് അല്ലേ, റിലയൻസ് ആയിരുന്നു അടിപൊളി. റിലയൻസ് നോക്കിക്കേ, ഇതായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നായിരുന്നു? 22. റിലയൻസ് നമ്മൾ 22 ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ പ്രോപ്പർ കൺഫർമേഷൻ കിട്ടിയ സമയത്താണ് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഏകദേശം 6% നമുക്ക് ഇവിടെ കിട്ടി, ഈ പറയുന്ന റിലയൻസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ ഡെയിലി പ്ലാൻ ഉണ്ട്. അപ്പോൾ ഡെയിലി ആ പൊസിഷണൽ പ്ലാൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ ആ പ്ലാൻസ് നമ്മൾ കൂടുതലും കൺഫർമേഷൻ കിട്ടുന്ന സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പ്ലാൻസ് ഇടാറുണ്ട്. ആ പ്ലാനിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇക്വിലിബ്രിയം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സിറ്റ് ചെയ്തു. ഇതാണ് ടാർഗറ്റ്. സോ നെക്സ്റ്റ് 1 അവറിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് ഇനി നോക്കാമെന്ന് കരുതി. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്. സോ 5% മാർക്കറ്റ് പോയത് 2500, അറൗണ്ട് ഇൻഡെക്സിൽ 3000 പറ്റേ മൂവ്മെൻറ്റം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതിലേക്കൊന്നും പോകുന്നില്ല, അത് കുറച്ചധികം നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നമ്മൾ പ്രീമിയം സെലക്ഷൻ, അതേപോലെ DK കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതൊന്നും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട. നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഇൻട്രാഡേസിൽ മാത്രം നോക്കിയാൽ മതി, പ്ലാൻസിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ക്യാരി ഫോർവേഡ് ട്രേഡ്സ് ഒന്നും നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട. ഓക്കെ, അതിനുശേഷം 26th നമ്മൾ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ പ്രോപ്പർ പ്ലാൻ. താഴേക്ക് ഒരു കണ്ടിന്യൂഷൻ പ്ലാനാണ് നമ്മൾ ഇട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, അതിൻ്റെ റീടെസ്റ്റിങ്ങോട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനിടയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അവിടെ എന്താണ് സിറ്റുവേഷൻ, എന്തുകൊണ്ടാണ് ഞാൻ ആ ട്രേഡ് താഴേക്ക് പറയാനുണ്ടായ റീസൺ, റിസ്ക് എൻട്രി ആണോ കൺഫർമേഷൻ എൻട്രി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു ദിവസം 26th നമ്മൾ കുറച്ച്
അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് ഇവിടെ ലൈവായിട്ടുള്ള സെഷൻസ് വെക്കാറുണ്ട്. സൂം മീറ്റിംഗ് ആയിരുന്നു. സോ വീക്കിലി ഒരു സെക്ഷനൊക്കെ നമുക്ക് നോക്കാം. പറ്റിയൊരു ലൈവ് ട്രേഡ് സെഷനൊക്കെ നല്ല എൻട്രീസ് ഒക്കെ വരാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ ഒരു എക്സ്പ്ലനേഷൻ സെക്ഷൻ ആയിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർലി ബാങ്ക് നിഫ്റ്റി കണ്ടീഷൻ എന്താണെന്നുള്ളതും അതൊക്കെ നമ്മൾ ഇൻ ഡെപ്തിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സും ഓൺ മാർക്കറ്റ് അവൾ തന്നെ നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫൈൻ. സോ നെക്സ്റ്റ് ഡേ അപ്പോൾ ആ ഒരു ദിവസത്തിൽ എന്താ സംഭവിച്ചത്? കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. നമ്മൾ അതിനുശേഷം ബാക്കി ഫുള്ളി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആ ഡിസ്കഷനിലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വേറെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാത്ത കേട്ടോ. 27th നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെയിറ്റിംഗ് ആയിരുന്നു. സോ ഒരു നല്ല റേഞ്ച് നോക്കി, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് നല്ലൊരു റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം ഈ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഈ ഒരു സോണിലേക്ക് വന്നിട്ട് യെസ് അപ്പ് സൈഡിലേക്ക് നമുക്ക് കണ്ടിന്യൂഷൻ നോക്കാന്നുള്ള പ്ലാനാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ 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 അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റീസൺസ് കാര്യങ്ങൾ പറഞ്ഞു. വേറെ കാര്യമായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ഒന്നും തന്നെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞ ഈ ഒരു ലെവലിലേക്ക് വളരെ കൺസോളിഡേറ്റ് ചെയ്താണെങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ 27th നമുക്ക് ഈ ഒരു മൊമെന്റത്തിൽ ഇവിടെ പ്രോപ്പർലി ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഇവിടുത്തെ ട്രേഡ്സ് കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. കൺഫർമേഷൻ ആഫ്റ്റർ റീടെസ്റ്റ് സപ്ലൈ കണ്ടിന്യൂഷൻ. സോ ഇത് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇവിടെ ഇത്ര ഇമ്പൾസീവ് ആയിട്ടുള്ള ബൈങ് നടന്നുകൊണ്ടാണ് പ്രോപ്പർലി നല്ലൊരു മൊമെന്റ് ഇവിടെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഞാനത് ചാർട്ടിലേക്ക് പോയി പറഞ്ഞുതരാം. സോ 27th സിറ്റുവേഷൻ അതൊക്കെയാണ്. പിന്നെ FIDAസിന്റെ ബയേഴ്സിന്റെ സെല്ലിങ്ങിനും എന്താ നടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പ്രോപ്പർലി ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. 28th പിന്നെ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു കണ്ടീഷൻ ഉണ്ടായിട്ടുള്ളത്. 28th നമ്മൾ പറഞ്ഞിട്ടുണ്ടായ പ്ലാൻ കണ്ടോ, ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 23,300 നിന്ന് 23,800 നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മാർക്കറ്റ് നല്ലൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റേഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൺഫർമേഷൻ ആയിട്ടുണ്ട് മാർക്കറ്റ് എന്താവും എന്നുള്ളത്, ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്യുമെന്നുള്ളത്. സോ അതിനുശേഷം ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായ ലെവൽ. ഓക്കെ, ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇത് ടാർഗറ്റ് കൺസിഡർ ചെയ്തിട്ട് ട്രേഡ് പ്ലാൻ നോക്കാന്നുള്ളത്. സോ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, പ്രോപ്പറായിട്ട് മാർക്കറ്റ് റീടെസ്റ്റും തന്നു. അതിനുശേഷം മാർക്കറ്റിൽ 149 പോയിന്റ്സിന്റെ മൂവ്മെന്റ് അവിടെ നിന്നു. സോ അവിടെയും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് അഗ്രസീവായിട്ട് തന്നെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ കണ്ടോ, 28th പിന്നെ മാർക്കറ്റിൽ ക്ലിയർ ടാർഗറ്റ് ആയിരുന്നു നമുക്ക് ഏകദേശം 288 പോയിന്റ്സ്. നമ്മൾ പറഞ്ഞ കറക്റ്റ് ടാർഗറ്റിന്റെ അടുത്തേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞാണോ? അല്ല, നമ്മളെപ്പോഴാണ് പറഞ്ഞേ? കണ്ടോ, ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു പ്ലാൻസ് പറഞ്ഞത്. സോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിട്ടേൺസ് എന്തായാലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ വെയിറ്റ് ചെയ്യാതെ അഗ്രസീവായിട്ട് കാര്യമില്ല. ഓക്കെ ഫൈൻ. സോ നമ്മളുടെ വെബിനാറിലേക്ക് വരാം. വെബിനാർ നമ്മളുടെ സൺഡേ ആണ്. എല്ലാ സൺഡേസിലും നമ്മൾ വെബിനാർ വെക്കുന്നുണ്ട്. സോ നമുക്കപ്പോൾ അവിടെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതുവരെ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബിനാറിലായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാനത് വളരെ ബേസിക് ആയിട്ടൊരു സ്ട്രക്ചർ മുതൽ ഒരു എൻട്രി വരെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ട്രേഡ് പ്ലാൻ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്താൽ. ബ്രേക്ക് ഔട്ട്സിലൊന്നും കയറാതെ പ്രോപ്പർലി ഞാനിവിടെ പറയുന്നുണ്ട്. ബിഫോർ ബ്രേക്ക് ഔട്ടിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ എൻട്രിയിൽ കയറാം എന്നുള്ളത് കൂടിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ പറയാം. സോ എഗെയിൻ 28th പിന്നെ വേറെ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. നമ്മൾ പറഞ്ഞ ലെവലിലൊക്കെ തന്നെയായിരുന്നു. ഇവിടെ പിന്നെ ഒന്നും അപ്ഡേറ്റ് ചെയ്യില്ല. ഇവിടെ ഞാൻ വേറെ ട്രേഡ്സോ പ്ലാൻസോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് 29th നമ്മൾ ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂഷൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസണൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ എന്താണ് മെയിൻലി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വോയിസ് ആയിട്ടും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മളൊന്നും ചെയ്യാത്തതിന് മെയിൻലി ഉള്ള റീസൺ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി രണ്ടും രണ്ട് ഡയറക്ഷനിൽ നിൽക്കുകയാണ്, നല്ലൊരു റേഞ്ചിൽ നിൽക്കുകയാണ്. സോ ഈ സിറ്റുവേഷനിൽ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട് മതി. സോ വേറെ പ്ലാൻസിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ദിവസം ഓൾറെഡി ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. അവർ രണ്ടുപേരും ഒരു ഡയറക്ഷനിലേക്ക് വരട്ടെ, എന്നിട്ട് മാത്രം നോക്കാം. അത് വലിയ ഒരു വോയിസ് ആയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മിനിറ്റിൻ്റെ അടുത്തുണ്ട് വോയിസ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. സോ വീക്കിലി നോക്കാന്നില്ല, 2 ട്രേഡ്സ് ആണ് നമുക്ക് ലാസ്റ്റ് ഈ ഒരു വീക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ആ 2 ട്രേഡിൻ്റെ പ്രോബബിലിറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന ട്രേഡ്സിൽ കൺഫർമേഷൻ എടുത്ത് നമ്മൾ എൻട്രി ചെയ്യുന്ന ട്രേഡ്സിൽ മൊമെൻറ്റും ഹൈ മൊമെൻറ്റും നല്ല രീതിയിലുള്ളൊരു വോളറ്റിലിറ്റി മാർക്കറ്റ് അവിടെ കിട്ടാറുണ്ട് അല്ലേ. ആ ഒരു കൺഫർമേഷന് ശേഷം ഇമ്പൾസീവ് മൊമെൻറ്റം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നോക്കിയിട്ടാണ് കാര്യമുള്ളൂ.
പ്രത്യേകിച്ച് ഇൻട്രാഡേ ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത്. മനസ്സിലായോ? അപ്പോൾ വെറുതെ പോയി എല്ലാ ദിവസവും ട്രേഡ് എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോയാലാണ് ഇതിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അധികം പറഞ്ഞാൽ വലിച്ചിട്ടുന്നില്ല, ബോറടിക്കണ്ട. നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ചാർട്ടിലേക്ക് വരാം. ഇനി നമുക്ക് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. ഇതായിരുന്നു നമ്മളുടെ ടോട്ടലി ടാർഗറ്റ്. ടാപ്പ് ചെയ്തിട്ട് ഇനി മാർക്കറ്റ് എന്ത് ചെയ്യാം, നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. നമുക്ക് തീരുമാനിക്കാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഫസ്റ്റ് വരാം. ഓക്കെ, ഡെയിലി നോക്കുന്ന സമയത്ത് ഡെയിലി മാർക്കറ്റ് പ്രോപ്പർലി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ പ്രോപ്പർലി മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി അല്ലേ? ഓക്കെ, സപ്ലൈ ആണ് കറണ്ട്ലി കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ അവിടെ ഒരു സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവും? പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ ഹ്യൂജ് സെൽ ഓഫ് വരുന്നു, എഗെയിൻ മാർക്കറ്റ് വരുന്നു, ഹ്യൂജ് സെൽ ഓഫ് വരുന്നു. സോ തേർഡ് ടൈം മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് ഇതിനെ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവും? ഗ്രാബ് ചെയ്യാന്ന് ഇവിടുത്തെ കംപ്ലീറ്റ് ഓർഡേഴ്സ് പിക്ക് ചെയ്തിട്ടുണ്ട്, ടേക്ക് ചെയ്തിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റിൽ എന്ത് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ മാർക്കറ്റിന് താഴേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക. മേജർ കീ ലെവൽ എന്ന് പറയുന്നത് മേജർ സപ്ലൈ സോൺ എന്ന് പറയാം നമുക്ക്. ഓക്കെ, മേജർ സപ്ലൈ സോൺ ആണ് ഈ ലെവല്. സോ ഈ ലെവലിൽ ഇത് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരു റിജക്ഷൻ മാർക്കറ്റിന് തരാം. സോ സിറ്റുവേഷൻ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ഇന്ത്യനിൽ സ്റ്റിൽ ഡൗൺ സൈഡിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീക്കിലി അപ്പ് സൈഡിലേക്കാണ് അല്ലേ? സോ ഇനി വേണ്ട എന്താ, ഇനി ഒരു ക്ലാരിറ്റി വേണം. അപ്പോൾ ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുകയാണ് അല്ലേ? ഇത് എങ്ങോട്ട് പോകുന്നൊരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുകയാണ്. ഇതിനെ പ്രോപ്പർലി നമുക്ക് 1 അവറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ചധികം കാര്യങ്ങളിവിടെ കാണാം അല്ലേ? അപ്പോൾ ഞാനിവിടെ ഇത്രയും വലിയ ഗ്യാപ്സ് വരുമ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ നോക്കാനായിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ അതിന് നമുക്കിവിടെ നിങ്ങൾ നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാൻ കോഡ് ചെയ്തതാണ്, അല്ലാതെ കുറേ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചർ, ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ആഡ് ചെയ്യട്ടെ. അനലൈസ് ചെയ്യുന്ന സമയത്ത് മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലാതെ ആഡ് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. നമുക്ക് ഈ കറക്റ്റ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങളത് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോപ്പർലി എന്താണ് നടന്നത്, ഇവിടെ പ്രോപ്പർലി ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. യെസ് അല്ലേ? പ്രോപ്പർലി ബ്രേക്ക് ഔട്ട് വന്നു. നമ്മൾ ആദ്യം ഇപ്പോൾ നോക്കുന്നത് എന്താണ്, 1 അവറിൻ്റെ കണ്ടീഷനാണ് നോക്കണം, ഡൗൺ സൈഡ്. സോ 1 അവർ ബ്രേക്ക് ഔട്ട് വന്നു. കറൻ്റ്ലി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സപ്ലൈനെ ബ്രേക്ക് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലേ? സ്വഭാവത്തിൽ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പൊ ഈ ഒരു സോൺ കറന്റ്ലി എന്താണ്, ഫെയിൽ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിക്കേ, സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് മാർക്കറ്റിൽ കിട്ടി. യെസ്, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഈ ഇൻഡിക്കേറ്റർ ഒന്ന് ഓഫ് ആക്കട്ടെ. അതിനുശേഷം മാർക്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്, പ്രോപ്പർലി ഒരു റേഞ്ച് ക്രിയേറ്റ് ആയി. സോ ഇങ്ങനെയുള്ള ബേസസ് അല്ലെങ്കിൽ റേഞ്ചസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്നതിൻ്റെ റീസൺ എന്താണ്? സോ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യണം, വെറുതെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. മാർക്കറ്റ് എപ്പോഴും എന്താ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ഉണ്ടാവും. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരു 1 ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പുഷ് ചെയ്യണമെങ്കിൽ അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അവർക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്താണ്, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇത്രയും ഇമ്പൾസീവായിട്ട് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാം, ഇത്ര ഇമ്പൾസീവായിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്കിവിടെ ഉണ്ട് അല്ലേ? സോ ഇമ്പൾസീവായിട്ടുള്ളൊരു ക്യാൻഡിൽ ഇവിടെ വരുന്ന സമയത്ത് ഇവിടേക്ക് എന്താ, ലിക്വിഡിറ്റി ഇല്ല അല്ലേ? ഈ ഒരു ഗ്യാപ്പ് ഇപ്പോൾ മാർക്കറ്റ് ടേക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? സോ അങ്ങനെയാണെങ്കിൽ ഈ ഡെയിലി എന്നുള്ള ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് ഒരു റിയാക്ഷൻ വേണമെങ്കിൽ മാർക്കറ്റിന് താഴേക്ക് തരാം. മനസ്സിലായോ? സോ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ്, അങ്ങനെയാണെങ്കിൽ ഇതൊരു ബ്രേക്ക് ഔട്ട് അല്ലേ എന്നുള്ളത്. അത് കുറച്ചും കൂടി മൈന്യൂട്ടായിട്ട് നിങ്ങൾ നോക്കാം. ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള റീടെസ്റ്റ് മാർക്കറ്റ് തന്നിട്ടുണ്ടോ? യെസ്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന് എബോ ഇവിടെ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ആയിട്ടുണ്ടോ, അതാണ് ചോദ്യം. യെസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എന്താണ്, ഈ ക്യാൻഡിലിന് ഇൻസൈഡ് ആണ്. സോ ഇവിടെ ഒരു ബുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവണം. അതൊരു കറന്റ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തൊരു ഹൈൻ്റെയും ലോയിൻ്റെയും ഒരു ക്യാൻഡിലിന് താഴേക്കെങ്കിലും വന്നല്ലേ ബുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്താണ്, താഴേക്ക് വന്നിട്ടുണ്ടോ, ഇല്ല. യെസ്. സോ ഇതൊരു കണ്ടിന്യൂവേഷൻ പ്രോസസ്സാണ്. അവിടെ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് അറിയാം, സ്ട്രക്ചർ നോക്കുന്നവർക്ക് കുറേ കൺഫ്യൂഷൻ വരും. സോ ഇതാണ് കറന്റ്ലി
വന്നിട്ടുള്ളത്. എഗെയിൻ മാർക്കറ്റ് ഇവിടെ നല്ല റേഞ്ചാണ്. സോ ഈ ഒരു ഹൈന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഏത് ക്യാൻഡിലാണ്? ഈ ഒരു ക്യാൻഡിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ, ഓക്കെ ഫൈൻ. ഈ ഒരു ഹാൻഡിലിൻ്റെ ഹൈയിൽ പുതിയ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ടോ? ഇല്ല. സോ ഇത് കംപ്ലീറ്റ്ലി ഒരൊറ്റ മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എഗെയിൻ മാർക്കറ്റ് താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി. ഓക്കെ, സോ കറൻ്റ്ലി എന്താണ്? ഇതൊറ്റ പുഷാണ്. ഇതൊരു പുൾ ബാക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താ? ഈ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്യാൻഡിലാണ്. അതിനുശേഷം ഒരു ഈ ഒരു ക്യാൻഡിലിന് എബോ ക്യാൻഡിൽ ക്ലോസ് വന്ന ക്യാൻഡിൽ ഇതാണ്. സോ അതിനുശേഷം ഈ ക്യാൻഡിലിന് ഹൈ ഉണ്ട്, ലോ ഉണ്ടെങ്കിലും ഇവിടെ എന്ത് തന്നിട്ടില്ല? പക്ഷേ ഇതൊരു ഹയർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ വളരെ അഗ്രസീവായിട്ട് ഇങ്ങനെ പറയുന്ന റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ഇതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയാലാണ് മനസ്സിലാവുക. എന്നാലും നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. സോ നമ്മളിവിടെ എന്താണ് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ഇതൊന്ന് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക. 15 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, 15 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു മേജർ ഡിമാൻഡായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇത് ഫെയിൽ ആവുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഡൗൺ സൈഡ് അതിലേക്ക് വരാം. ഞാൻ 1 അവർ ഒന്ന് കൺഫേം ആക്കിക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, സോ 1 അവറിൽ മേജറായിട്ട് ഇവിടെയാണ് ലെവൽസ്. ഇത് കറൻ്റ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ലോ ടു ഹൈ. സോ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അവിടെ തന്നെ നമുക്ക് ഈ ടോട്ടലി പുഷിൻ്റെ ഇക്വിലിബ്രിയം സോൺ ഉണ്ട്. കറൻ്റ്ലി 1 അവർ ഹോൾഡ് ചെയ്യുന്നത് ഡിമാൻഡാണ്. ഓക്കെ, സോ ബൈയിങ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ഓക്കെ, സ്റ്റിൽ ഇത്രേ ഉള്ളൂ. 1 അവറിൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അഗെയിൻ കണ്ടിന്യൂഷൻ ടു അപ്സൈഡ്. ഇവിടെ കണ്ടിന്യൂഷൻ കിട്ടിയില്ലെങ്കിലും അപ്പോൾ ഇവിടെ LTF കൺഫർമേഷൻ നോക്കണം. ലോവർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് റിവേഴ്സൽ നോക്കണം. ഇവിടെ പ്രോപ്പർലി LTF കൺഫർമേഷൻ നിങ്ങൾ നോക്കണം. എഗെയിൻ അടുത്തൊരു സിറ്റുവേഷൻ ഇതാണ്. ഓക്കെ, ഇവിടെ കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെവലിനെ ടാർഗറ്റ് ചെയ്തിട്ട് നോക്കാം. അത് ഞാൻ ആ ഒരു ദിവസത്തിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കറൻ്റ്ലി ഇതാണ് നമുക്ക് നെക്സ്റ്റ് പ്ലാൻ. ഇത് നമുക്ക് എന്താണ് 1 അവറിൻ്റെ സിറ്റുവേഷനിൽ മാർക്കറ്റ് ഇവിടെ വരാൻ പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ ഇവിടെ വരുമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ട്രേഡ് നോക്കില്ല. കാരണം എന്താ? ലോ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ്സ് നോക്കാം. സോ നമുക്ക് നേരെ 5 മിനിറ്റ്സിലേക്ക് വരാം, കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ 5 മിനിറ്റ്സിലേക്ക് വരുന്ന സമയത്ത് പ്രോപ്പർലി മാർക്കറ്റിൽ എന്താണുള്ളത്? സോ മാർക്കറ്റ് ഇവിടെ പ്രോപ്പർലി എന്ത് ചെയ്തിരിക്കുക? ഒരു സപ്ലൈയുടെ കൺട്രോളാണ്. താഴെയുള്ള നിയറസ്റ്റ് ബ്രേക്ക് ഔട്ട് നോക്കിയാൽ മതി. സോ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ സപ്ലൈ ഇവിടെയാണ്. ഓക്കെ, ഒരു സപ്ലൈ ആണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യണത്. ഓക്കെ, സപ്ലൈ കൺട്രോൾ ചെയ്യാണ്. സോ ഈ ഒരു ഡയറക്ഷൻ 50 മിനിറ്റിൻ്റെ നമ്മൾ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ പ്രോപ്പറായിട്ടൊരു ബൈങ് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. ഈവൻ ഈ പറയുന്ന കണ്ടിന്യൂഷൻ ഈ ഒരു സോൺ വരെ കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഗ്യാപ്പ് ഫില്ലിങ് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാം. ഞാനിത് ഓൺ ടൈം എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ലെവലൊന്ന് മനസ്സിലാക്കി വെക്കുക. സസ്റ്റെയിൻ ബിലോ ക്യാൻഡിൽ ക്ലോസ് മസ്റ്റ് ആണ്. ജസ്റ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ഒരിക്കലും എടുത്ത് ട്രേഡ് ആക്കരുത്, അല്ലെങ്കിൽ കൺഫർമേഷൻ ആക്കരുത്. ഇവിടെയൊക്കെ പ്രോപ്പർലി ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. മേ ബി ഗ്രാബ് ചെയ്ത് കണ്ടിന്യൂ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഫ്യൂവലാണ് മാർക്കറ്റിൻ്റെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് മസ്റ്റാണ്. ക്യാൻഡിൽ ക്ലോസ് വെച്ചിട്ട് വേണം കൺഫർമേഷൻ എടുക്കാൻ കേട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മൾ കൺഫർമേഷൻ സോൺ. ഇത് കൺഫർമേഷൻ സോണൊക്കെ ഞാൻ ഡെയിലി ട്രേഡ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യാം. സോ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മെയിൻലി ഈ 2 ലെവൽസാണ്. സോ ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനും സെക്കൻഡ് സിമ്പിൾ ഇടാം അല്ലേ? സിമ്പിൾ അല്ലേ കാര്യം? വലിയ ഡിഫിക്കൽട്ടായിട്ട് ഒന്നുമില്ല. നമ്മൾ വളരെ ഈസി മെത്തേഡാണ് ഫോളോ ചെയ്യണത്. വേറെ ഒന്നും കാര്യമായിട്ട് നമ്മൾ പറയുന്നില്ല. എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യം. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് വെബിനാറിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കണക്റ്റ് ആവും കാര്യം കേട്ടോ. കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇത് 15 മിനിറ്റിൻ്റെ കണ്ടീഷനായിരുന്നു. ഓക്കെ, സോ നിഫ്റ്റിയുടെ കേസ് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നിഫ്റ്റിയിൽ
1 അവറിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിഫ്റ്റി ഓൾറെഡി ഒരു കണ്ടിന്യൂഷൻ 1 അവറിന് തന്നിട്ട് നിൽക്കുകയാണ്. യെസ് ഫൈൻ. സോ നമുക്ക് മെയിൻലി അടുത്തൊരു ടാർഗറ്റ് ലെവൽ നെക്സ്റ്റ് വീക്കിലേക്ക് അപ്പ് സൈഡിൽ ടാർഗറ്റ് ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഈ ഒരു ലെവല് അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇതൊരു കീ ലെവലാണ് ഫൈൻ. ഇതൊരു കീ ലെവൽ നെക്സ്റ്റ് ഈ ഒരു 3 ലെവൽസ് കൺസിഡർ ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇവിടേക്ക് നല്ലൊരു ഇമ്പൾസീവ് കാണാം. ഇതൊരു ഗ്യാപ്പ് ഉണ്ട്, മേ ബി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എക്സ്പെക്ട് ചെയ്യാവുന്ന. സോ നിഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് 15 മിനിറ്റിലേക്കും കൂടെ വരാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി ഇവിടെ നിന്ന് ഒരു ഒറ്റ പുഷാണ് അല്ലേ. സോ അത് ലിക്വിഡിറ്റി ഗ്രാബാണ്. സോ നിഫ്റ്റി നമുക്ക് ഈ ഹൈ ടാർഗറ്റ് സോണിലാണ് കറന്റ് നിൽക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു പ്ലാൻ എടുക്കാൻ പറ്റില്ല, കാരണം വേണമെങ്കിൽ മാർക്കറ്റ് താഴേക്ക് ഒന്നും കൂടെ വരാം. 15 മിനിറ്റിൽ ഇതൊരു ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, 15 മിനിറ്റിൽ ഒരു മേജർ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. ഇതിനെ ക്രോസ് ചെയ്താലും ക്രോസ് ചെയ്യാത്ത സിറ്റുവേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പെക്ടേഷൻ പറയാം കേട്ടോ. ബാങ്ക് നിഫ്റ്റി ആയിട്ട് ഞാനൊന്ന് കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ സ്റ്റോക്സും കൂടെ നമുക്ക് ഇവിടെ നോക്കണം. ഞാനിത് എന്തായാലും നിഫ്റ്റിയുടെ പ്ലാൻ പ്രോപ്പർലി ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ പ്രോപ്പറായിട്ട് നമുക്കൊരു ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ട് ഈ മേളിലേക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ബ്രേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഇവിടെ നിന്ന് മേളിലേക്ക് കൺഫർമേഷൻ LTF അപ്പ് സൈഡ് നോക്കാൻ വേണ്ടി പറ്റാം. അപ്പോൾ നിഫ്റ്റി താഴേക്ക് വരുന്നു, പ്ലസ് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരാനുണ്ട്. സോ ഇവർ രണ്ടുപേരും കൂടെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. കാരണം ഇവർ വൺ ഡയറക്ഷനിൽ പുഷ് ചെയ്യുമ്പോഴായിരിക്കും സ്ട്രെങ്ത് എപ്പോഴും ഉണ്ടാവും മാർക്കറ്റിൽ. നിങ്ങൾ വേണമെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചോദിക്കും, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ എന്ത് കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. കാരണം അത് ഞാൻ കംപ്ലീറ്റ്ലി ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടും മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാറുള്ളത്. സോ ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ് ആണെങ്കിൽ ഞാൻ ഏകദേശം ഒരു ലാസ്റ്റ് ഒരു 2 ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, 2-3 ഇയർ ആയിട്ട് ലാസ്റ്റ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. കറന്റ് ഞാൻ ചെയ്യുന്ന കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ് ആണ്. കുറച്ച് ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കൺഫർമേഷൻസ് അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടിയ കുറച്ച് റിസൾട്ടൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർലി ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രീസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എൻട്രീസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ലൈവ് ട്രേഡ്സ് എടുക്കുന്ന ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയാണ്, പ്രീമിയം കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ കൂടെയുള്ള. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ അതിൽ എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് കുറച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് നമ്മൾ നോക്കുന്ന കാര്യം. സോ ഇതാണ് നമ്മളുടെ റീസെൻ്റ്ലി ലാസ്റ്റ് വീക്സിലെ ട്രേഡ്സ് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ലാസ്റ്റ് വീക്സിലെ ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. സോ ഇത് പ്രീമിയത്തിൻ്റെ ചാർട്ടാണ് കേട്ടോ. ഇത് ഇൻഡെക്സിൻ്റെ ചാർട്ട്, ഇൻഡെക്സിലെ ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ട്. ഓക്കെ, ഇത് നമുക്കൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ജസ്റ്റ് പ്ലോട്ട് ചെയ്തിട്ടേക്കുന്നത് നമ്മൾ ലൈവ് ട്രേഡ് ആണ് കേട്ടോ. നമ്മൾ സ്റ്റുഡൻസിനോട് ലൈവായിട്ടാണ് ട്രേഡ് എടുക്കുക. അവർ എൻ്റെ കൂടെ തന്നെ അവരും ട്രേഡ് എടുക്കുന്നുണ്ട്. സോ അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് ഇങ്ങനെ ഗ്രൂപ്പിലിടും. ഇത് ഈവൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഓക്കെ, അതിലേക്ക് പോയി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, ബെറ്റർ ആണ് നിങ്ങൾക്ക് എന്തായാലും. കാരണം ഇതിൽ ഞാൻ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തൊരു മെത്തേഡാണ്, മനസ്സിലായോ. ട്രെൻഡ് ലൈൻ വെച്ചും സപ്പോർട്ട് നമ്മൾ മെയിൻലി റിസ്ക് റിവാർഡിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, മനസ്സിലാവും. നിങ്ങളുടെ റിസ്ക് റിവാർഡ് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ സ്കില്ല് സ്കെയിൽ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനുള്ള ചേഞ്ചസ് വരും. സോ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നു ഇതേപോലെ വലിയ വലിയ കൺസെപ്റ്റുകളൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റിൽ നിങ്ങൾ സ്റ്റിക്ക് ആയിട്ട് അതിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് പ്രോപ്പർലി നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്ത് പൊസിഷൻ സൈസ് എല്ലാം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർലി പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ പറഞ്ഞത് മാത്രം. അപ്പോൾ ഇതാണ് കറൻ്റ്ലി നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. 5 മിനിറ്റ്സിലേക്ക് നമുക്കൊന്ന് വേഗം വരാം. 5 മിനിറ്റ്സിൽ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കണ്ടീഷൻ 5 മിനിറ്റ്സ് 1 മിനിറ്റ് കൺഫർമേഷൻ എടുക്കണം കേട്ടോ. 5 മിനിറ്റ്സ് കൺഫർമേഷൻ എടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം 5 മിനിറ്റ്സ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. യെസ്, ഈ ഒരു ലെവലിന് ബിലോ മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ സോൺ നിങ്ങൾ കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ലെവലിനെ എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെങ്കിൽ യു ക്യാൻ ട്രൈ ടു ദിസ് റേഞ്ച്. ഓക്കെ, ദെൻ LTF അപ്സൈഡ്. അപ്പോൾ നമുക്ക് എന്താണ് ഞാൻ കോറിലേറ്റ് ചെയ്താട്ടോ പറയണേ. ബാങ്ക് നിഫ്റ്റി നമുക്ക് പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിലേക്ക് വരാനുള്ള പോസിബിലിറ്റി പ്ലസ് നിഫ്റ്റി ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. മൺഡേ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവാം. ബാക്കിയൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഞാൻ അതിന് മുമ്പ് മാർക്കറ്റ് എത്താതെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ എന്ന് പറഞ്ഞ് കൂടുതൽ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ കുറച്ച് ലെവൽസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽസ് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കുക. പ്രോപ്പർലി
ആ ലെവൽസിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുക. അതിൻ്റെ പ്ലാൻസിനെ കുറിച്ച് മാത്രമായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുക. ഈ പറയുന്ന ടാർഗറ്റ് സോൺസ്, ഇപ്പം ഞാൻ പറഞ്ഞ ടാർഗറ്റ് സോൺസ് ഈ 2 ടാർഗറ്റ് സോൺസ്. സോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഞാൻ ഇവിടെ ഇതിനെ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടീഷൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഈ പ്ലാൻസിനെയൊക്കെ സ്വിച്ച് ചെയ്ത് മാത്രമായിരിക്കും ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീക്കിലേക്കുള്ള നമ്മളുടെ പ്ലാൻസ് ഓൾറെഡി ആയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ജസ്റ്റ് സ്റ്റോക്സും കൂടി ഇതിലേക്ക് കോർഡിനേറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇപ്പം ഞാനിപ്പോൾ ബാങ്ക് നിഫ്റ്റി കോർഡിനേറ്റ് ചെയ്ത പോലെ നിഫ്റ്റിയുടെ എന്താണ് പറഞ്ഞുതരാം. ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് ചെയ്യുന്നത് ബെറ്റർ ആണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നിഫ്റ്റി 50ലേക്ക് വരിക. സോ അതിൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ് റിലയൻസ്, TCS, HDFC, ICC ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റത്തെ ഒരു 5 സ്റ്റോക്ക് എടുക്കുക. അതിൻ്റെ കണ്ടീഷൻ കൂടി നിങ്ങൾ കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. സോ നിങ്ങൾക്ക് അവിടെ നല്ലൊരു കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, റിലയൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഓക്കെ. സോ റിലയൻസിൻ്റെ കണ്ടീഷനിലാണെങ്കിൽ ഓൾറെഡി നമ്മൾ 15 മിനിറ്റിലൊരു ട്രേഡ് റണ്ണിങ്ങിലാണ്. നമ്മളിതായിരുന്നു ആ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതായിരുന്നു ആ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത് റണ്ണിങ്ങിലാണ്. സോ സ്റ്റിൽ ബ്രേക്ക് ഔട്ട് വന്നു, റീടെസ്റ്റ് വന്നു, കണ്ടിന്യൂഷൻ. അപ്പോൾ നിഫ്റ്റി ആയിട്ട് കോറിലേറ്റ് ചെയ്യുമ്പോൾ റിലയൻസ് ഓക്കെ, ഫൈൻ. നിഫ്റ്റി ഓക്കെ, അതേപോലെ തന്നെ ICC ഓക്കെയാണ്. മേ ബി ഇനി ഒരു ഡൗൺ സൈഡിലേക്ക് വന്നാൽ ICC ഈ പറയുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് കോറിലേഷൻ പ്രോപ്പർ ആവുന്നുണ്ട്. മനസ്സിലായി ഞാൻ പറയുന്ന ഇത്ര കണക്റ്റ് ആവുന്നുണ്ടെന്ന് അറിയില്ല. എന്നാലും എഗെയിൻ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ്. നിങ്ങൾ 1 അവറിലേക്ക് ക്ലാരിറ്റി കുറവുള്ള സമയത്ത് 15 മിനിറ്റിലേക്ക് വരാം, അല്ലാത്ത സമയത്ത് 1 അവറിലേക്ക് വരാം. ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് കണ്ടോ, നോക്കി പ്രോപ്പർ ബ്രേക്ക് ഔട്ട് അല്ലേ. ബ്രേക്ക് ഔട്ട് വന്നു പ്രോപ്പർലി മാർക്കറ്റ്. അപ്പോൾ HDFC കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് ബൈയിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരാളുള്ളത് ആക്സസ് നോക്കുകയാണ്. ഞാൻ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷനാണ് കേട്ടോ. 2 മിനിറ്റിൽ ആക്സസ് നോക്കാന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ, ഫൈൻ. ജസ്റ്റ് 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, വീക്കിലി ഇവിടെ നിന്നൊരു ബൈയിങ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ടോട്ടലി ഉള്ള പുഷിൻ്റെ. ഡെയിലി നോക്കുമ്പോൾ മെയിൻലി ഇവിടെ ഗ്രാബ് തന്നിട്ടുണ്ട്, പുഷ് ചെയ്തിട്ടുണ്ട്, റീടെസ്റ്റ് തന്നിട്ടുണ്ട്. 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് കോർഡിനേറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ എല്ലാവരുടെ കണ്ടീഷൻ നിങ്ങൾ സ്ട്രക്ചർ വെച്ച് നോക്കാം. ഓക്കെ, കണ്ടിന്യൂഷൻ തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ടും തന്നിട്ടുണ്ട്. ലാസ്റ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. അപ്പോൾ ആക്സസ് നല്ല ഒരു ബൈ ലെവൽ. ഇതിൻ്റെ ട്രേഡ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ ട്രേഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സസിലൊരു ട്രേഡിൻ്റെയും സ്വിങ് റണ്ണിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും. ഓക്കെ, ഇവിടെയാണ്. ആക്സസിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിലാണ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ശരി, സ്റ്റോപ്പ് ലോസിൽ റണ്ണിങ് ആണ്. ഓക്കെ, ടാർഗറ്റ് നിയറസ്റ്റ് മാർക്കറ്റിൽ ഡെയിലി സപ്ലൈ ആണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യാം. മെയിൻലി എനിക്ക് പറയാനുള്ള സ്റ്റോക്ക് കോറിലേറ്റ് ചെയ്യുക. കോറിലേഷൻ അടിപൊളിയാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു കൺഫർമേഷനൊക്കെ കൂടുതൽ കൺഫ്യൂഷൻ വരുമ്പോൾ കോറിലേഷനാണ് ബെറ്റർ. അപ്പോൾ എനിക്ക് ഇന്ന് 2-3 മെസ്സേജ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നത്തെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹൈ ടൈം ഫ്രെയിമിൽ ഇവിടെ നിന്ന് റിജക്ഷൻ ഉണ്ടായതിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടെന്നുള്ളത്. സോ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ബാക്കി നിങ്ങൾ ഈ സ്റ്റോക്സും കൂടെ കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, സോ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുപോലെ മൺഡേ നമുക്ക് ഇന്നലെ ടെലിഗ്രാമിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അബ്ജു, സൈൻ ഓഫ്.